മറ്റു വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ഗവർണർ സർക്കാർ പോര് അക്കാദമിക് പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങി. 13 സർവകലാശാലകളിൽ ഒരിടത്ത് മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത്. പ്രതിസന്ധി തുടർന്നാൽ ഭരണസ്തംഭനത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ ഭാവിയെയും ബാധിക്കാൻ സാധ്യത. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വിവരങ്ങൾ. സംസ്ഥാനത്ത് സർവകലാശാലകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു എന്നതിന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ 2 മാസമായി നിലനിൽക്കുന്ന സർക്കാർ ഗവർണർ പോരിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യേണ്ട സമയം, ഒപ്പം വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ട സമയം. ആ സമയത്താണ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു തുറന്ന പോരിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ തരത്തിൽ ബാധിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ മൊത്തം 13 സർവകലാശാലകളിൽ 12 ഇടങ്ങളിലും വൈസ് ചാൻസലർമാർ, സ്ഥിരം വൈസ് ചാൻസലർമാരില്ല. വൈസ് ചാൻസലർമാരുടെ ചുമതല വഹിക്കുന്ന ആളുകൾ മാത്രമാണ് ഉള്ളത്. മലയാളം സർവകലാശാലയിൽ മാത്രമാണ് വൈസ് ചാൻസലർ ഉള്ളത്. ഈ സ്ഥിതിവിശേഷം വലിയ തരത്തിലേക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. അതേസമയം ഈ 13-ൽ 11 വൈസ് ചാൻസലർമാരും സിൻഡിക്കേറ്റുമായി വല്ലാത്ത വാഗ്വാദത്തിലും ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളിലും മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരള സർവകലാശാലയിലും ഒപ്പം ആരോഗ്യ സർവകലാശാലയുടെയും ചുമതലയുള്ള ആൾ മോഹൻ കുന്നുമേലും സിൻഡിക്കേറ്റുമായി നല്ല തരത്തിലുള്ളൊരു ബന്ധം അല്ല തുടരുന്നത്. ഇത്തരത്തിലുള്ള രീതി തന്നെയാണ് ഡിജിറ്റൽ സർവകലാശാലയിലായാലും മറ്റ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായാലും ഒക്കെ തന്നെ ഇങ്ങനെ ഗവർണർ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ഇവർ തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഇത് അക്കാഡമിക് ഇയറിനെ കാര്യമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ വിദഗ്ധരെല്ലാം പറയുന്നത്. ഇത് ഒഴിവാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വൈസ് ചാൻസലർമാരുടെ ചുമതലയുള്ള ആളുകളെ കൃത്യമായും ഗവർണർ സ്വന്തം പക്ഷത്തേക്ക് എത്തിക്കുകയും പിന്നീട് ഒരു രാഷ്ട്രീയ പോരിൻ്റെ ഭാഗമായി ഇവരെ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ BJP പ്രയോഗിക്കുന്നതെന്നാണ് CPIM-ൻ്റെ ആരോപണം. ആ ആരോപണം ഒരു പരിധിവരെ ശരിവയ്ക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ കണ്ടതാണ്. കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കാരണം കേരള സർവകലാശാല 2 വൈസ് ചാൻസലർമാരുണ്ട്. ഇന്നലെ കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ വീണ്ടും ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. കാരണം കേരള സർവകലാശാലയിലെ ഫയലുകൾ പൂർണ്ണമായും മിനി ഡിജോ കാപ്പൻ, അതായത് ഇപ്പോഴത്തെ പ്ലാനിങ്ങിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയാണ് സർവകലാശാലയിലെ, അവർക്കാണ് ഇപ്പോൾ രജിസ്ട്രാറുടെ ചുമതല കൊടുത്തിരിക്കുന്നത്. അവർ നോക്കിയാൽ മതി എന്നും ഒപ്പം പാസ്വേഡ് പൂർണ്ണമായും വൈസ് ചാൻസലറുടെ കീഴിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഫയലുകൾ നോക്കുന്നതിൻ്റെ പൂർണ്ണ ചുമതല മിനി ഡിജോ കാപ്പന് നൽകിയിരിക്കുന്നു. ഇന്നലെ മിനി ഡിജോ കാപ്പനോട് അവിടുത്തെ ജീവനക്കാരുടെ സംഘടന ഈ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ പോലും ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ അവർ അംഗീകരിക്കാൻ തയ്യാറായപ്പോഴേക്കും VC തന്നെ പറയുന്നു ആ നിർദ്ദേശങ്ങൾ വേണ്ട, കൃത്യമായും രജിസ്ട്രാറുടെ ചുമതലയിൽ ഫയലുകൾ നീക്കണം എന്നുള്ളതായിരുന്നു. ഏകദേശം 150ഓളം ഫയലുകൾ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അവർ VCക്ക് മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു, വൈസ് ചാൻസലറുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മോഹൻ കുന്നുമേൽ കൃത്യമായും കേരള സർവകലാശാല ആസ്ഥാനത്ത് പിടിമുറുക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേസമയം സിൻഡിക്കേറ്റ് അംഗങ്ങളാകട്ടെ വലിയ തരത്തിലുള്ള പിന്തുണ KS അനിൽകുമാർ ഇപ്പോഴത്തെ രജിസ്ട്രാർക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ നടപടികൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് റദ്ദാക്കിയത്. അത്തരത്തിൽ പല തരത്തിലുള്ള തർക്കങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാലകളുടെ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കാരണം ഡിഗ്രി മുതൽ PhD വരെയുള്ള കോഴ്സുകളെ ഇത് താളം തെറ്റിക്കും എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിലെ ഈ സർവകലാശാലകളിലേക്ക് വിദേശത്ത് നിന്നുള്ള ഒരുപാട് കുട്ടികൾ, ഏകദേശം 1600-ലധികം പേരാണ് കേരള സർവകലാശാലയിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടി ബിരുദത്തിനായാലും ബിരുദാനന്തര ബിരുദത്തിനായാലും ഒക്കെ തന്നെ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ കുട്ടികളുടെയൊക്കെ ഭാവി, കാരണം അന്തർദേശീയ തലത്തിലുള്ള ഇടപാടുകളിലൂടെ മാത്രമാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നത്. അതിന് VCയും രജിസ്ട്രാറും കൃത്യമായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവരുടെ NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായും അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നതിന് നമുക്ക് മനസ്സിലാക്കാം.
മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഈ ഒരു വി സി അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് പോരും വി സി സർക്കാർ പോരും ഗവർണർ സർക്കാർ പോരും എല്ലാം കൂടി ചേരുമ്പോഴേക്കും വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായാലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായാലും ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളുടെ പ്രവർത്തനം പോലും ഒരു പക്ഷേ ഈ സർക്കാർ UGC ഗ്രാൻറ്റുകളൊക്കെ അതിനൊക്കെ അപേക്ഷ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയത്ത് രജിസ്ട്രാർ തയ്യാറാക്കണം, അതിനൊപ്പം VC ഒപ്പിടണം. എന്നിരുന്നാൽ മാത്രമേ ഈ ഗ്രാൻറ്റുകൾക്ക് വേണ്ടിയുള്ള മുന്നോട്ടുള്ള പോക്ക് പൂർണ്ണതയിലെത്തുകയുള്ളൂ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ടാബുലേഷൻ്റെ, അതായത് റീടാബുലേഷൻ പുനർമൂല്യ അല്ലെങ്കിൽ നിർണ്ണയത്തിൻ്റെ സമയമാണിത്. ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഉന്നത പഠനത്തിന് വേണ്ടി പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. കാരണം പലരും മാർക്ക് കുറവുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ അത് വീണ്ടും പേപ്പറുകൾ പരിശോധിക്കുന്നതിനും മാർക്ക് ലിസ്റ്റ് പരിശോധിക്കുന്നതിനും ഒക്കെ ആയിട്ട് അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ പൂർത്തിയാക്കി നൽകണമെങ്കിൽ രജിസ്ട്രാറുടെ കയ്യിൽ ഈ ഫയലുകൾ ചെല്ലുന്നില്ല, പകരം ആ ഫയലുകൾ നോക്കുന്നില്ല എന്നൊക്കെ വരുമ്പോഴേക്കും ഈ കുട്ടികളുടെ ഭാവി തന്നെ വല്ലാതെ തുലാസിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് കേരളത്തിലെ 12 സർവകലാശാലകളിലെയും പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാവുകയുള്ളൂ. നിലവിലെ UGC കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതെല്ലാം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് സർവകലാശാലകളുടെയും ഒപ്പം സർക്കാർ കോളേജുകളുടെ അധ്യാപകരുടെയും ഒക്കെ തന്നെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ ഇത് കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.